വെൽക്കം ബാക്ക് ടു ചാനൽ ആണ്. ഇറ്റ്സ് മീ നാസർ ഖാലിദ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 115/2025 എന്ന കാറ്റഗറി കോഡുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മാത്സ് പോർഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. അപ്പൊ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്ലാസ് ഡിസ്കസ് ചെയ്ത്, അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഓർമ്മ ആണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി അതേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കുറച്ച് മാത്സ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ആ കണക്ക് ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചാലോ. അപ്പം നോക്കാം. ആദ്യത്തെ ചോദ്യം 5:4:35:x. 5:4:35:x. ഇവിടെ എക്സിന്റെ വില എത്രയെന്നാണ് ചോദ്യം. അപ്പൊ എക്സിന്റെ വില നമുക്ക് എങ്ങനെ കണ്ടെത്താം? ഇവിടെ എക്സിന്റെ വില കണ്ടെത്താനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആദ്യം ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളതാണ്? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലെ, അംശബന്ധവും അനുപാതവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ പഠിക്കാനുള്ളത് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അംശബന്ധവും അനുപാതത്തിലും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് നോക്കാം, A:B = C:D എന്നാണ്. നമുക്ക് A:B എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ്? C:D തുല്യമാണ്. അതായത് ഒരു രണ്ട് സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ അത് A/B = C/D എന്നാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് A/B എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമായിരിക്കും? C/Dക്ക് തുല്യമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഇവയെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A/D = B/C എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചോദ്യം നമുക്ക് ഇതേ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ A എന്ന് പറയുന്നത് A:B C:D എന്ന് നമ്മളൊരു പറഞ്ഞില്ലേ, അംശബന്ധം അല്ലെങ്കിൽ അനുപാതത്തിൽ പഠിക്കേണ്ട ഒരു ഇക്വേഷൻ തന്നെയാണ്. അപ്പൊ അവിടെ ഈ റേഷ്യോ പ്രൊപ്പോർഷൻ ഇങ്ങനെ എഴുതുമ്പോൾ മനസ്സിലാക്കിയത് A:B ഇവിടെ എത്രയാണ്? 5:4 ആണ്. C:D എന്ന് പറയുന്നത് 35:x ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ A/D = B/C എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലെ. അപ്പൊ A/D എന്ന് പറയുമ്പോൾ ഇവിടെ Aയും Dയും ഏതാണെന്ന് മനസ്സിലായി. ഏതാണ് A/D എന്ന് പറയുന്നത്? A എന്ന് പറയുന്നത് 5 D എന്ന് പറയുന്നത് X ആണ് മനസ്സിലായി. അപ്പൊ 5 x അല്ലെ, 5 x is equal to, ഇനി B/C, ഇവിടെ B ഏതാണ്? 4 ആണ് അല്ലെ. C എന്ന് പറയുന്നത് 35 is equal to B/C, അതായത് എത്രയാണ്? 4 × 35. 4 × 35. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ കിട്ടും. ഇനി 5 x എന്ന് പറയുന്നത് 5x ആണ്. 5x is equal to 4 × 35. ഇനി 5x ആണ് 4 × 35 എന്ന് പറയുന്നത്. അപ്പൊ ഒരു x എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 × 35/5 എന്നാണ്. ഇതില് 5 അതേപോലത്തെ 5ന്റെ അതേ ഇതിൽ 5 കൊണ്ട് എന്താണ് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഏതാണ്? 35 ആണ്. 5 വെട്ടിയപ്പോൾ അവസാനം 7 എന്ന് കിട്ടും. അപ്പൊ 7 × 4 എത്ര കിട്ടും? ആൻസർ x എന്ന് പറയുന്ന വാല്യൂ 28 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതാണ് റേഷ്യോ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ അംശബന്ധവും അനുപാതവും ബന്ധപ്പെട്ട ചോദ്യം വന്നാൽ നമുക്ക് ചെയ്യേണ്ട മാർഗം ഇതാണ്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. A:B = C:D എന്നും A/B = C/D എന്ന് മനസ്സിലാക്കുക. അതായത് A/D = B/C എന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ മനസ്സിലായല്ലേ? അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ കിടക്കാം. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, 40ന്റെ എത്ര ശതമാനമാണ് 28? 40ന്റെ എത്ര ശതമാനമാണ് 28? എങ്ങനെ കണ്ടെത്താം അല്ലെ? നമുക്കറിയാം, വളരെ എളുപ്പമാണ് അല്ലെ. 40ന്റെ എത്ര ശതമാനം? അപ്പൊ 40ന്റെ എത്ര ശതമാനം ശതമാനം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? by 100 ഇട്ടാണ് ചെയ്യാറുള്ളത്. എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നമുക്ക് വരെ എത്ര ശതമാനം എന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അറിഞ്ഞുകൂടാത്ത ക്വാണ്ടിറ്റി നമ്മൾ x കൊണ്ട് എഴുതുന്നു. അപ്പൊ x നമ്മൾ ശതമാനം എന്ന് പറയുമ്പോൾ by 100 കൊടുക്കുക. അപ്പൊ 40 × x/100 എന്ന് എഴുതുക. അതെന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 28 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് എത്ര ശതമാനം, അതായത് എക്സിന്റെ വാല്യൂ ആണ് കണ്ടെത്താനുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 40 × x/100 ആണ് 28 എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ നോക്കാം. 40 × x എന്ന് കൂട്ടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 40x/100 എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 28 ആണെന്ന് കിട്ടും ഇല്ലേ. ഇത് നോക്കാം, 40x എന്ന് പറയുന്നത് അല്ലെങ്കിൽ 40x എന്ന് പറയുന്നത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ ഇങ്ങനെ. അപ്പൊ ഇവിടെ താഴെ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത് ഗുണിക്കുക, ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് 40x തന്നെ എഴുതുക. ഇനി ഇതിനെ പരസ്പരം ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 100 × 28 എന്ന് കിട്ടും. ഇനി 40x ആണ് 100 × 28. അപ്പൊ x എന്ന് പറയുന്നത് എത്രയായിരിക്കും? x എന്ന് പറഞ്ഞാൽ ഒരു x എന്ന് പറയുന്നത് 100 × 28/40 എന്ന് കിട്ടുമല്ലോ. ഇതിന് ശേഷം നമ്മള് 0 കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി 4ഉം 10ഉം 28ഉം ഉണ്ട്. നമുക്കറിയാം 4ന്റെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എനിക്ക് ഇത് 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നമ്പറാണ് 28 എന്നുള്ളത്. അപ്പൊ 4ഉം 28ഉം കട്ട് ചെയ്ത് പോയി അവിടെ നമുക്ക് ഉത്തരം 7 എന്ന് കിട്ടും. അപ്പൊ ബാക്കി ഇവിടെ എന്തുണ്ട്? 10 ആണ് ഉള്ളത്. അപ്പൊ 10ഉം 7ഉം ഗുണിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരം എത്രയാണ്? 70 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആൻസർ എത്രയാണ്? 70 ആണ് നമ്മുടെ ആൻസർ. അപ്പൊ ഒന്നുകൂടി ചോദ്യം ശ്രദ്ധിക്കാം. 40ന്റെ എത്ര ശതമാനമാണ് 28 എന്നാണ് ചോദ്യം. അപ്പൊ 40ന്റെ എത്ര ശതമാനം? 40 × x/100 = 28 എന്ന് എഴുതുക.
ഇനി 40x/100 ആണ് എന്ത് 28. 40x/100 is equal to 28 എന്ന് എഴുതുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 40x ഇവിടെ താഴെ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ 40x തന്നെ എഴുതി. ഇനി 28 എത്ര കൊണ്ട് ഗുണിക്കും? 100 കൊണ്ട് ഗുണിക്കും. അപ്പൊ 28 × 100. അപ്പൊ 40x ആണ് 100 × 28. അപ്പൊ x എന്ന് പറയുന്നത് 100 × 28/40 ആണ്. ഇതിൽ 0 2 കട്ട് ചെയ്ത് പോകും. ബാക്കി 4 28 4 28 നമുക്ക് ഹരിക്കാൻ പറ്റും. 7 ആണ് കിട്ടുന്നത്. ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 10 ഉണ്ട്. അപ്പൊ 10 × 7 എത്രയാണ്? 70% നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 40ന്റെ എത്ര ശതമാനം 28 ചോദിച്ചാൽ 40ന്റെ 70% 28 എന്ന് മനസ്സിലാക്കും. അപ്പൊ ഇത്തരത്തിലാണ് ഇങ്ങനെ ഒരു കണക്ക് തന്നാൽ ചെയ്യേണ്ടത്. അപ്പൊ ഏത് കണക്ക് തന്നാലും ഈ ഒരു മോഡൽ ചെയ്ത കണക്ക് തന്നാൽ നമുക്ക് ഈ രീതിയിൽ വേണം അതിനെ സോൾവ് ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത കണക്ക് ചെയ്യുന്നു. ഒരു ചോദ്യം ഇതാണ്. HELP എന്ന് പറയുന്നത് LIPT എന്ന രീതിയിൽ കോഡ് ചെയ്യാം. അപ്പൊ HELP യെ നമുക്ക് കോഡ് ചെയ്യുമ്പോൾ LIPT എന്ന് കോഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ WORD അല്ലെങ്കിൽ വേർഡ് എന്ന് പറയുന്നത് എങ്ങനെ കോഡ് ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പൊ ഹെൽപ്പ് എന്ന് പറയുന്നത് LIPT എന്ന് കോഡ് ചെയ്താൽ വേർഡ് എന്ന് പറയുന്നതിനെ എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന ഈ പറയുന്ന ലെറ്റേഴ്സ് തമ്മിൽ H എന്തായിട്ടാണ് മാറി കോഡ് ചെയ്തിരിക്കുന്നത്? L ആയിട്ടാണ് കോഡ് ചെയ്തിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാം. അപ്പൊ നോക്കാം. H കഴിഞ്ഞ് എത്ര ലെറ്റേഴ്സ് കഴിഞ്ഞാണ് L വരെ നോക്കാം. അപ്പൊ HIJK അല്ലെ? IJK എന്ന് പറയുന്ന 4 ലെറ്റേഴ്സിന് ശേഷമാണ് L വരുന്നത്. അപ്പൊ Hന്റെ കൂടെ നമ്മൾ 4 കൂട്ടിയപ്പോ നമുക്ക് ഏതൊക്കെയാണ് 4? IJK അല്ലെ? Hന്റെ കൂടെ 4 IJK അല്ലെ? 4 കഴിഞ്ഞ് 3 വിട്ടിട്ടാണ് എന്ത് വരുന്നത്? L വരുന്നത്. ഓക്കെ, L വരും. അടുത്ത് നോക്കാം. E എന്ന് പറയുന്നത് ഇയുടെ കൂടെ എത്ര കൂട്ടി? 4 കൂട്ടി. അപ്പൊ EFGH ഓക്കെ, അത് എനിക്ക് തോന്നുന്നത് എന്താണ്? I ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ 4 അല്ല, ഇവിടെ 3 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന ഉത്തരത്തിലേക്ക് എത്തുന്നത്. അപ്പൊ Hന്റെ കൂടെ 3 കൂട്ടുമ്പോൾ IJK ആ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് വരുന്ന L ആണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ E കഴിഞ്ഞിട്ട് നോക്കാം. ഇയും അതുപോലെ തന്നെയാണ് കോഡ് ചെയ്തിരിക്കുന്നത്. 3 കഴിയുമ്പോൾ ഈ കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിയുമ്പോൾ FGH എന്ന് പറഞ്ഞ 3 ലെറ്റേഴ്സ് കഴിയുമ്പോൾ I ആണ്, അതാണ് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത P നോക്കാം. P എന്ന് പറയുന്നത് നോക്കാം. P അവിടെ P അല്ല L എന്ന് പറയുന്നത് നോക്കാം. L എത്ര ലെറ്റേഴ്സ് P വരുന്നത്? MNO. അപ്പൊ അതുപോലെ തന്നെ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് ഇവിടെ MNO, അടുത്തത് PN ആണ് വരുന്നത്. അപ്പൊ L കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് വിട്ടിട്ട് MNO കഴിഞ്ഞിട്ട് P ആണ് നമ്മളുടെ കോഡിങ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ P അടുത്തത് P ആണ്. P എന്ന് പറഞ്ഞ ഹെൽപ്പിന്റെ P ആണ്. ആ P എന്തായിട്ടാണ് മാറിയിരിക്കുന്നത്? T ആയിട്ടാണ് കോഡിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ P കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. QRS എന്ന് പറഞ്ഞ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് T ആണ് P ആയിട്ട് ഇവിടെ കോഡ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായ? അപ്പൊ ഇവിടെ എല്ലാം ഓരോ ലെറ്റർ കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് മാറ്റി കഴിഞ്ഞ ശേഷം ഉള്ള ലെറ്റർ ആണ് ഇവിടെ കോഡിംഗ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പൊ H എന്ന് പറയുന്നത് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ L എന്ന് കോഡ് ചെയ്തു. E എന്ന് പറഞ്ഞ 3 ലെറ്റേഴ്സ് വിട്ടിട്ട് I എന്ന് കോഡ് ചെയ്തു. L എന്ന് പറയുന്നത് 3 ലെറ്റേഴ്സ് വിട്ടിട്ട് P എന്ന് കോഡ് ചെയ്തു. ഇനി P എന്ന് പറയുന്നത് 3 ലെറ്റേഴ്സ് വിട്ട് T എന്ന് കോഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു അറേഞ്ച്മെന്റ് ആയിരിക്കും ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വേർഡിലെ W എന്ന് പറയുന്ന ലെറ്റർ ആദ്യം നമുക്ക് വേർഡിലെ W എന്ന ലെറ്റർ എങ്ങനെയാണ് കോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നോക്കാം. W എന്ന ലെറ്റർ നമ്മൾ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ വെച്ച് കോഡ് ചെയ്യാം. അപ്പൊ W എന്ന് പറയുന്നത് ഏത് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ വെച്ച് കോഡ് ചെയ്ത് നോക്കാം. W 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് ഏതായിരിക്കും? XYZ അല്ലെ? XYZ W കഴിഞ്ഞിട്ട് നമ്മൾ XYZ 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഏത് ലെറ്റർ ഏതായിരിക്കും? A ആയിരിക്കും. ഓക്കെ, A. അടുത്തത് O കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കോഡ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതേ പാറ്റേൺ ആയിരിക്കും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഒന്ന് ചെയ്യുന്നത്. അപ്പൊ O കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് വരും? O PQR അല്ലെ? അങ്ങനെയാണെങ്കിൽ അടുത്ത ലെറ്റർ ഏതായിരിക്കും? S ആയിരിക്കും. ഓക്കെ, അടുത്ത R കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത് എഴുതുന്നത്. R കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് എഴുതി നോക്കാം. STU അടുത്ത എന്ത് വരും? V എന്ന് വരും. നെക്സ്റ്റ് വൺ D ആണ്. D കഴിഞ്ഞിട്ട് 3 ലെറ്റേഴ്സ് കോഡ് ചെയ്ത് ഏതൊക്കെയാണ്? DEFG നെക്സ്റ്റ് വൺ H. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ കോഡ് ചെയ്യപ്പോ കിട്ടിയ ആൻസർ എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഒരു വേർഡ് കോഡ് ചെയ്ത് ഏതാണ് ആൻസർ ആയിട്ട് കിട്ടി? ASVH എന്ന് കിട്ടി. അപ്പൊ ഹെൽപ്പിന് നമ്മൾ LIPT എന്ന് കോഡ് ചെയ്ത പോലെ തന്നെ വേർഡ് നമ്മൾ കോഡ് ചെയ്യപ്പോ കിട്ടിയ ആൻസർ ആണ് ASVH എന്ന്. അത് മനസ്സിലായോ? അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇങ്ങനെ ക്വസ്റ്റ്യൻ തന്നാല് ഫസ്റ്റ് ആ തന്നിരിക്കുന്ന ലെറ്റേഴ്സ് നമ്മൾ എന്തൊക്കെ റിലേഷൻ ഉണ്ടാവും നോക്കാം.
എന്നിട്ട് ആ റിലേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ കോഡ് കണ്ടെത്തേണ്ടത്. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോൾ ഓരോ ലെറ്റേഴ്സിനിടയിൽ 3 ലെറ്റേഴ്സ് കഴിഞ്ഞ് വിട്ടിട്ടാണ് അടുത്ത ലെറ്റർ ആയിട്ട് ഇവിടെ എച്ച് കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് കഴിഞ്ഞിട്ടാണ് എൽ എഴുതിയിരിക്കുന്നത്. അതുപോലെ ഈ കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് ആയിട്ട് ഐ എഴുതിയിരിക്കുന്നത്. എൽ കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് ആയിട്ടാണ് പി കൊടുത്തിരിക്കുന്നത്. പി കഴിഞ്ഞ് 3 ലെറ്റേഴ്സ് ആയിട്ടാണ് ടി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു മോഡലാണ് നമ്മൾ ഈ ലെറ്ററിനും കോഡ് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള കണക്ക് വന്നാൽ ഈസി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കണം. കാരണം എളുപ്പത്തിൽ ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന കണക്കുകൾ തന്നെയായിരിക്കും. അപ്പൊ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചായിരിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പൊ അടുത്ത കണക്കെന്ന് പറയുന്നത് ഒരു ദിശ കണ്ടുപിടിക്കുന്ന കണക്കാണ്. അപ്പൊ ഈ ദിശയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വന്നാലും തീർച്ചയായും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ ആദ്യം നമ്മൾ ദിശയുമായി ബന്ധപ്പെട്ട കണക്ക് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, നമ്മളിവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലൊരു ദിശ അടയാളപ്പെടുത്തി വെക്കുക. ഇവിടെ ഇങ്ങനെ വി എന്നും ഇവിടെ എൻ എസ് എന്നും നമ്മൾ അടയാളപ്പെടുത്തി വെക്കുക. ഇനി നോക്കാം, 12 കിലോമീറ്റർ തെക്കോട്ടാണ് ആദ്യം സഞ്ചരിക്കുന്നത്. ഒരു വ്യക്തി 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിക്കും. അപ്പൊ തെക്കോട്ട് സഞ്ചരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങോട്ട് അല്ലെ. തെക്കെന്ന് പറയുന്നത് എവിടെയാണ്? ഇവിടെ സൗത്തിലോട്ടാണ് സഞ്ചരിക്കുന്നത്. അപ്പൊ എന്താണ്? വടക്ക്, തെക്ക്, അതുപോലെ പടിഞ്ഞാറ്, കിഴക്ക്. അപ്പൊ ഇവിടെ തെക്കിലോട്ടാണ് സഞ്ചരിക്കുന്നത്, സൗത്തിലോട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ വ്യക്തി 12 കിലോമീറ്റർ ആണ് തെക്കോട്ട് സഞ്ചരിച്ചത്. അതിനുശേഷം എന്ത് സംഭവിച്ചു? എന്നിട്ട് വലത്തോട്ട് 10 കിലോമീറ്റർ സഞ്ചരിക്കാൻ ചെയ്തു. അപ്പൊ ഇവിടെ വന്നിട്ട് ഈ വ്യക്തിയുടെ വലത് എന്ന് പറയുമ്പോൾ നമ്മൾ നിൽക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വലത് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങോട്ട് അദ്ദേഹം എത്ര കിലോമീറ്റർ? 10 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്നുകൊണ്ട് പിന്നെയും വലത്തോട്ട് തിരിയുകയാണ്. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് വലത്തോട്ട് തിരിയുക എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? ഇതായിരിക്കും ആ വലത്തോട്ട് തിരിയാന്നുള്ള ഡയറക്ഷൻ. വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ട് തിരിയുന്നത് അവിടെയും എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു? 12 കിലോമീറ്റർ ആണ് സഞ്ചരിക്കുന്നത്. ചോദ്യം ഇതാണ്, തുടങ്ങിയെടുത്ത് നിന്നുള്ള എത്ര അകലത്തിലാണ് ഇപ്പോൾ അദ്ദേഹം നിൽക്കുന്നത്? അപ്പൊ അദ്ദേഹം തുടങ്ങിയത് എവിടെയാണ്? ഇവിടെയാണ് അല്ലെ. ഇവിടെ നിന്ന് എത്ര അകലത്തിലാണ് നിൽക്കുന്നത്? അപ്പൊ നമ്മുടെ ഉത്തരം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ആൻസറിൽ തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട്. എന്താണ് ഉത്തരം? 10 കിലോമീറ്റർ അല്ലെ. തുടങ്ങിയ ഇടത്ത് നിന്നുള്ള ഇപ്പോൾ എത്തിയിരിക്കുന്ന അകലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കിലോമീറ്റർ ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള കണക്കുകൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉത്തരം കണ്ടെത്താവുന്നതാണ്. അപ്പൊ തീർച്ചയായും നമ്മൾ ഇതുപോലെ ഡയറക്ഷൻസ് വരച്ചു വെക്കുക. എന്നിട്ട് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വലതും ഇടത്തും ഒക്കെ നമ്മളാണെന്ന് ഇത് സങ്കല്പിച്ച് ചെയ്താൽ നമുക്ക് ഇത്തരത്തിലുള്ള കണക്കുകൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ എങ്ങനെയാണ് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ തെക്കോട്ടാണ് ആദ്യം പോയത് അല്ലെ. തെക്കോട്ട് പോയിട്ട് അവിടെ നിന്ന് വലത്തോട്ട് തിരിയുന്നു. വലത്തോട്ട് 10 കിലോമീറ്റർ തിരിയുന്നു. പിന്നെയും വലത്തോട്ട് തിരിഞ്ഞ് 12 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. ഇനി തുടങ്ങിയ ഇടത്ത് നിന്നും അപ്പോൾ അവസാനിച്ച സ്ഥലം വരെ ദൂരം എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? ഈ 10 കിലോമീറ്റർ തന്നെയായിരിക്കും അത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുന്നത്. അപ്പൊ തീർച്ചയായും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഡയറക്ഷൻ ചെയ്ത് വെച്ച് തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ഒത്തിരി കണക്കുകൾ ഇതുപോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാണ് ഏറ്റവും വേണ്ടി ചെയ്യേണ്ടത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ചോദ്യം ഒരു ക്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതായത് 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാകുന്ന കോണളവ് എത്രയെന്നാണ് ചോദ്യം. 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയാണ് ചോദ്യം. ഇത്തരത്തിലുള്ള ചോദ്യം വന്നാൽ നമ്മൾ ഉത്തരം കണ്ടെത്തേണ്ടത് 30h എന്ന് ഓർക്കുക. അപ്പൊ ഇവിടെ 30h h എന്ന് പറയുന്നത് മണിക്കൂറിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ കോണളവ് കണ്ടെത്താൻ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ആണ് ഓർത്ത് വെക്കേണ്ടത്. അപ്പൊ ഇവിടെ മണിക്കൂർ മാത്രമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ 30h എന്ന് പറയുന്ന ഇവിടെ ഹവർ അല്ലെങ്കിൽ മണിക്കൂർ എത്ര തന്നിട്ടുണ്ട്? 3 മണിയാണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് 30 × h സ്ഥാനത്ത് 3 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 90. അപ്പൊ ഈ 90 ഡിഗ്രിയാണ് 3 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് എന്ന് ഓർത്ത് വയ്ക്കും. ഇത് നമ്മൾ മണിക്കൂർ അത് 3 മണി എന്ന് ഷാർപ്പായിട്ട് തന്നിരിക്കുമ്പോൾ ഇത്തരത്തിൽ ചെയ്യാം. ഇനി അങ്ങനെയല്ല, ഇവിടെ മിനിറ്റ് കൂടെ തന്നിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മുടെ ചോദ്യത്തില് 3:30 മണിയെ 3 മണിയും 30 മിനിറ്റും കൂടെ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിൽ ഉണ്ടാക്കുന്ന കോണളവ് എത്രയും ചോദിച്ചാല് നമുക്ക് കണ്ടെത്താനുള്ള മാർഗം 30h - 11/2m 30h - 11/2m എന്ന ഇക്വേഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എപ്പോഴാണ്? മണിക്കൂറും മിനിറ്റും കൂടെ ഒന്നിച്ച് തന്നിരിക്കുകയാണെങ്കിൽ അവ തമ്മിൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി അപ്പോൾ ഉണ്ടാക്കുന്ന കോണളിന്റെ ഉത്തരം എങ്ങനെ കണ്ടെത്താം? ഈ ഒരു ഇക്വേഷനോടെ കണ്ടെത്താൻ പറ്റുന്നത്. അവിടെ 30h നമ്മൾ നേരത്തെ സൂചിപ്പിച്ചോളം h എന്ന് പറയുന്ന മണിക്കൂർ തന്നെയാണ്. ഇനി ഇവിടെ m എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് മിനിറ്റ് ആണ്. അപ്പൊ നമ്മൾ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുക. 30h എന്ന് പറഞ്ഞാൽ 30 × 3 - 11/2 ഇവിടെ എമ്മിന്റെ സ്ഥാനത്ത് നമുക്ക് മിനിറ്റ് എത്രയാന്ന് എഴുതി കൊടുക്കാം. 30 എന്നാണ് മിനിറ്റ് എഴുതി കൊടുക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ 30 × 3 എന്ന് പറയുന്നത് 90 എന്ന് കിട്ടും. മൈനസ് ഇനി 11/2 അതുപോലെ എടുത്ത് എഴുതുക × 30. അപ്പൊ ഇവിടെ 2 30 നമുക്ക് ഹരിക്കാം. ഇത്ര പ്രാവശ്യം 15ലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെയെങ്കിൽ 90 - 11 × 3.5 മണിക്കൂർ ആണെങ്കിൽ അവിടെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയെന്ന് ചോദിച്ചാൽ 3.5 മണിക്കൂർ ആണെങ്കിൽ
അവിടെ മിനിറ്റ് സൂചി മണിക്കൂർ സൂചി തമ്മിലുള്ള കോണളവ് എത്രയെന്ന് എങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഉത്തരം കണ്ടെത്തേണ്ടത് 30h - 11/2 m എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിച്ചാണ്. അപ്പൊ 30h എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. അവിടെ മണിക്കൂർ ആണ് കണ്ടിരിക്കുന്നതെങ്കിൽ 30 ഇൻറ്റു ഇവിടെ 3 കൊടുക്കാം. ഇനി 11/2 m എന്ന് പറഞ്ഞ m എന്ന് പറഞ്ഞ മിനിറ്റിനാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ 11/2 ഇവിടെ m എന്ന് പറഞ്ഞ 30 എന്ന് കൊടുക്കാം. ഇങ്ങനെ 30 ഇൻറ്റു 3 എന്ന് പറയുന്നത് 90 ആണ്. മൈനസ് 11/2 ഇൻറ്റു 30 എന്ന് നമ്മൾ കൊടുക്കുന്നു. ഇനി ഇവിടെ 2 ഈ 30 കട്ട് ചെയ്ത് പോകും, ഉത്തരം 15 കിട്ടും. അപ്പൊ 90 മൈനസ് 11 ഇൻറ്റു 15 അല്ലെ, 11 ഇൻറ്റു 15. അപ്പൊ ഇവിടെ 5 5 1 165 കിട്ടും. 90 മൈനസ് 165 കിട്ടും. ഇനി 165നെ 90 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊരു ഉത്തരം കിട്ടും? 75 എന്ന് കിട്ടും. അപ്പൊ നമ്മളുടെ ഉത്തരം ഇവിടെ 75 ആണ്. നിങ്ങളിവിടെ മൈനസ് ഒന്നും ബോധർ ചെയ്യേണ്ട. അപ്പൊ എത്ര ഡിഗ്രിയാണ്? 75 ഡിഗ്രിയാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് 3.5 മണിക്കൂർ ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാകും. മണിക്കൂർ മാത്രമാണ് തന്നിരിക്കുന്നതെങ്കിൽ എന്താണ് മിനിറ്റ് ഉള്ളത് മണിക്കൂർ സൂചി നമ്മളുടെ മിനിറ്റ് സൂചി നമ്മുടെ കോണളവ് എന്ന് പറഞ്ഞ് കണ്ടെത്താനുള്ള മാർഗമാണ് 30h. എന്നാൽ അവിടെ മിനിറ്റും കൂടെ തന്നിട്ടുണ്ടെങ്കിൽ 30h - 11/2 m എന്നുള്ള ഇതിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഉത്തരത്തിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൈനസ് ഒന്നും ബോധേണ്ട ആവശ്യമില്ല. മൈനസ് ചെയ്തിട്ട് ഉത്തരം അത്ര ഡിഗ്രി തന്നെയായിരിക്കും നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി മറ്റൊരു രീതിയിലുള്ള കണക്കും കൂടെ നോക്കാം. അടുത്ത് നോക്കാം 11:10. 11:10 ഇടയിലുള്ള മണിക്കൂർ മിനിറ്റ് സൂചിയും കോണളവ് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ 11:10 എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മിനിറ്റ് മണിക്കൂർ തന്നിട്ട് അത് നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാം. 30h - 11/2 m എന്ന ഇക്വേഷൻ തന്നെ എടുക്കാം. ഇവിടെ 30h എന്ന് പറയുന്നത് h 11 ആണ്. 30 ഇൻറ്റു 11 മൈനസ് 11/2 അങ്ങനെ എഴുതുക. ഇതിന്റെ മിനിറ്റ് എന്ന് പറയുന്നത് 10 ആണ് നമുക്ക് തന്നിട്ട് അല്ലെ. 30 ഇൻറ്റു 11 എന്ന് പറയുന്നത് എത്രയാണ്? 330 കിട്ടും. 330 കിട്ടും. ഇനി മൈനസ് ഈ രണ്ടും ഇതും കട്ട് ചെയ്ത് പോവാം. ഇവിടെ എത്ര കിട്ടും? 5 എന്ന് കിട്ടും അല്ലെ. ഇവിടെ ഉത്തരം നമുക്ക് എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത മാർഗം എന്ന് പറയുന്നത് നോക്കാം. 330 മൈനസ് 11 × 5 55 അല്ലെ. 11 × 5 എത്രയാണ്? 55 എന്ന് കിട്ടും. അപ്പൊ 330 മൈനസ് 55 എന്ന് കിട്ടും. അപ്പൊ 330നെ നമുക്ക് 55 കൊണ്ട് കുറയ്ക്കുമ്പോൾ നമ്മുടെ ഉത്തരം എത്രയായിരിക്കും? അല്ലെ 5 10 5 പോയാൽ ഇവിടെ 10 ആണ്. 5 അപ്പൊ ഇവിടെ എന്താണ് 12 7 ബാക്കി 2. അപ്പൊ 275 നമുക്ക് ഉത്തരം കിട്ടുന്നത്. 275 ആണ് ഉത്തരം കിട്ടുന്നത്. അപ്പൊ 275 എന്ന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് 360 നിന്നും 275നെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 360 നിന്നും 275നെ കുറച്ച് കിട്ടുന്ന ഉത്തരമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു 330 നിന്ന് 55 കുറയ്ക്കുമ്പോൾ 275 നമുക്ക് ഉത്തരം കിട്ടുന്നത്. അപ്പൊ 275 എന്ന് പറയുന്നത് 180നേക്കാൾ മുകളിലാണ്. അപ്പൊ ബാഹ്യകോൺ 180 ഡിഗ്രിയെക്കാട്ടി മുകളിൽ വരെയാണെങ്കിൽ നമുക്ക് അതിന് 360 നിന്നും കുറച്ചാണ് ഉത്തരം എഴുതുന്നത്. 360 നിന്നും 275നെ കുറയ്ക്കുക. അപ്പൊ ഇവിടെ ഉത്തരത്തിൽ 180 ഡിഗ്രിയെക്കാട്ടി കൂടുതൽ വന്നുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഉത്തരം എന്ത് കിട്ടും? ഇവിടെ 5 എന്ന് കൊടുക്കാം, ഇവിടെ 8 എന്ന് കൊടുക്കാം. ഉത്തരത്തിൽ കിട്ടും 85 ഡിഗ്രി എന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള കണക്കുകളിൽ 11 10 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യാറുള്ളത്. പക്ഷെ നമ്മൾ ഉത്തരം കിട്ടുമ്പോൾ 280 ഡിഗ്രിക്ക് കാട്ടി മുകളിലാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ അത് പിന്നീട് 360 കുറച്ച് വേണം നമ്മൾ ഇത്തരത്തിൽ ഉത്തരത്തിൽ എത്തേണ്ടത്. നേരത്തെയുള്ള കണക്കിൽ നമ്മൾ മൈനസ് ചെയ്തപ്പോഴത്തേക്കും അവിടെ ആ മൈനസ് ചെയ്യുന്ന സംഖ്യയാണ് വലുതായിട്ട് വന്നിരുന്നത്. എന്നിലെ പോലെ നമ്മൾ മൈനസ് ബോധർ ചെയ്യേണ്ട ഉത്തരത്തിലേക്ക് എത്തുകയാണ് ചെയ്യേണ്ടത്. ഇവിടെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 275 180 ഡിഗ്രി കാട്ടി മുകളിലായതുകൊണ്ട് 360 കുറച്ചിട്ട് വേണം ഉത്തരത്തിലേക്ക് എത്താൻ. ഇത്രയാണ് നമ്മുടെ മിനിറ്റ് അളവ്, അതിന് മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഈ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഫോളോ ചെയ്യുക. അടുത്ത ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുക. Bye from me. Thank you.